പാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാദിനം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളിൻ്റെ വാക്കുകൾ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ വായനയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ച ശ്രീ PN പണിക്കരുടെ ചരമദിനം. വായനയുടെ പ്രാധാന്യവും അറിവ് നേടുന്നതിൻ്റെ ആവശ്യകതയും നമ്മെ ബോധ്യപ്പെടുത്താനാണ് എല്ലാ വർഷവും നാം വായനാ ദിനം ആചരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രധാന കടമയാണ് അറിവ് നേടുക എന്നത്. അതിന് ഏറ്റവും പ്രധാന മാർഗം വായനയാണ്. പുതിയ തലമുറ മൊബൈലിലേക്കും കമ്പ്യൂട്ടറിലേക്കും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാൻ ഈ വായനാ ദിനം നമുക്ക് പ്രചോദനമാകട്ടെ. ഏവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി. അതിഥി താരം കവയിത്രിയും ചെറുകഥാകൃത്തും അവിട്ടത്തൂർ ഹയർ സെക്കൻഡറി മലയാളം അധ്യാപികയായ ശ്രീമതി ശ്രീല ടീച്ചർ. ഏവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഈ വിദ്യാലയത്തിലെ എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ. 1996 മുതൽ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നു. പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. വായന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. വായന എനിക്ക് എന്താണ് എന്നത് ഒരു കവിതയിലൂടെ ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ കവിത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. വായന. കാത്തിരിപ്പുകളുടെ വിരസതയിൽ നീ ചായാനൊരു ചുമലായി. അപമാനങ്ങളിൽ അപവാദങ്ങളിൽ നിന്റെ കൈക്കുമ്പിളിലാണ് ഞാൻ എൻ്റെ മുഖമൊളിപ്പിച്ചത്. എൻ്റെ ഏകാന്തതകളിൽ കോമാളി കാട്ടി നീ എന്നെ രസിപ്പിച്ചു. നിന്റെ കണ്ണിലെ ഇരമ്പുന്ന കടലിൽ ഞാൻ എന്നെ കണ്ടു. ഉണ്ണിക്കണ്ണൻ്റെ വായിൽ യശോദ കണ്ട പോലെ ഈരേഴുലകും കണ്ട് അമ്പരന്നു. അതിരില്ലാത്ത ആകാശങ്ങളിൽ നീ എനിക്ക് ചിറകായി. പൊള്ളുന്ന നേരറിവുകളിൽ കണ്ണീർ വാർക്കുമ്പോൾ കണ്ണീരൊപ്പുന്ന കൈലേസായി. പോരാടാൻ എനിക്ക് വാക്കുകളുടെ പടവാളേകി. അടുക്കളയുടെ തിളയ്ക്കുന്ന ചൂടിൽ തിരക്കുകളിൽ എപ്പോഴോ നിന്റെ കൈകൾ ഊർന്നുപോയി. ആൾക്കൂട്ട പെരുവഴിയിൽ ഒറ്റപ്പെട്ടവളായി തിരയാൻ എനിക്ക് നിൻ മുഖം പോലുമില്ല ഓർമ്മയിൽ. ഒരുപാടിടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പുസ്തകങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നു. അല്ലെ, ഒരുപാട് ജീവിതങ്ങളെ പരിചയപ്പെടാൻ നമുക്ക് പുസ്തകങ്ങളിലൂടെ സാധിക്കുന്നു. നമുക്ക് ആനന്ദം തരുന്ന ഒരു ഉപാധി കൂടിയാണ് പുസ്തകങ്ങൾ. ബ്രഹ്മാനന്ദ സോദരമാണ് കല എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾക്ക് ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ഈശ്വര സാക്ഷാത്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിന് തുല്യമായ ഒരു ആനന്ദം ഉണ്ടാവുന്നതെന്ന് പണ്ടുള്ളവർ പറയുന്നു. നമുക്ക് ചിന്തിപ്പിക്കുന്ന ഒന്നാണ് പുസ്തകങ്ങൾ. നമ്മളെ വിവേകമുള്ളവരാക്കുന്നു, അല്ലേ? അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിച്ചാൽ പോരാ, അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നുപോയേക്കും, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് വായനക്കുറിപ്പുകൾ എഴുതി വയ്ക്കാം. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് രചനകളൊക്കെ ഉണ്ടാക്കാം. ഈ രചനകളൊക്കെ നിർമ്മിക്കുമ്പോൾ, നിങ്ങൾക്ക് സർഗാത്മക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ, കവിതയും ഒക്കെ രചിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മുമ്പുണ്ടായിരുന്ന രചനകളുമെല്ലാം വായിച്ചു നോക്കണം. ഭൂതകാലത്തിന് പ്രഭാവതന്തുക്കളാൽ ബോധിമത്തായൊരു ഭാവിയെ നെയ്കനാമെന്ന് കവി പാടിയിട്ടുണ്ട്. അപ്പോൾ ഭൂതകാലത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. നമുക്ക് വേരുകൾ അറിയണം, നമ്മുടെ പാരമ്പര്യം, അല്ലേ? അപ്പോൾ മുമ്പുണ്ടായിരുന്ന ആളുകൾ എന്താണ് രചിച്ചു വെച്ചത് എന്നൊക്കെ നമ്മൾ വായിച്ചു നോക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ എഴുത്തിൻ്റെ വഴികളിലൊക്കെ നമുക്ക് സഹായകരമായിരിക്കും. അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ അടച്ചിരിപ്പ് കാലത്ത്, കൊറോണ കാലത്തൊക്കെ പരസ്പരം സാമൂഹ്യ അകലം പാലിക്കേണ്ട ഒരവസ്ഥയുണ്ടാവും, ഒറ്റപ്പെടുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടാവും. പക്ഷെ പുസ്തകങ്ങൾ നമുക്കങ്ങനെ സാമൂഹ്യ അകലം പാലിച്ച് മാറ്റി വയ്ക്കേണ്ടതില്ല, അല്ലേ? അപ്പോൾ ഈ അവസരങ്ങളിലൊക്കെ, ഈ ഏകാന്തതകളിലുമൊക്കെ നിങ്ങൾക്ക് പുസ്തകങ്ങൾ തുണയായിരിക്കും. ജീവിതയാത്രയിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ എപ്പോഴും വിശ്വസിക്കാവുന്ന കൂട്ടുകാരായി മാറും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾ വായിച്ച് വളരുന്നവരാകട്ടെ, വിളവുള്ളവരായി മാറട്ടെ. അതുപോലെ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ പുസ്തകങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം എന്ന് പറയുന്നത് ഈ പുസ്തകമാണ്. നിങ്ങൾ പുസ്തകത്തിൻ്റെ പടം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? ഇത് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെയാണ് ഇതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ പുസ്തകങ്ങളെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ടൊക്കെ പരിചയപ്പെടുത്താനൊക്കെ സാധിക്കട്ടെ. ഒരു പുസ്തകമല്ല, അനേകം പുസ്തകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് തീരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ബഹുമാനപ്പെട്ട അധ്യാപകർക്കും കൂട്ടുകാർക്കും വായനാ ദിനത്തിലേക്ക് സ്വാഗതം. വായനാ ദിനത്തോടനുബന്ധിച്ച് എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് വൃത്തത്തിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന ഭാഗത്തിന്റെ ആസ്വാദന കുറിപ്പാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, രാമസഹോദരനായ ലക്ഷ്മണനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നതാണ് ലക്ഷ്മണ സാന്ത്വനം. ശ്രീരാമന്റെ പട്ടാഭിഷേകം അയോധ്യയിലെ ജനങ്ങളും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ശ്രീരാമന് തന്റെ രാജസ്ഥാനം നഷ്ടമാകുന്നു. അതിന് കാരണം ചിലരുടെ കുബുദ്ധിയാണെന്ന് തിരിച്ചറിഞ്ഞ ലക്ഷ്മണൻ കുപിതനാകുന്നു. കുപിതനായ ലക്ഷ്മണൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ എതിരിടുമെന്ന് തന്നെ പ്രഖ്യാപിച്ചു. ലക്ഷ്മണന്റെ ക്രോധത്തിന് കാരണം തന്നോടുള്ള സ്നേഹവും വാത്സല്യവും അതിൽ കടന്ന ഭക്തിയുമാണെന്ന് തിരിച്ചറിഞ്ഞ ശ്രീരാമൻ ലക്ഷ്മണനെ ആ ക്രോധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യ മനസ്സുകളിലെ ക്രോധവും പകയുമാണ് മനുഷ്യകുലത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നത്. കാമക്രോധ മോഹങ്ങൾ വെടിഞ്ഞു ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യകുലത്തിൽ തന്നെ ശ്രേഷ്ഠനായി മാറുന്നത്. ഈ കാര്യങ്ങളെല്ലാം പല ഉദാഹരണങ്ങളിലൂടെ ശ്രീരാമൻ ലക്ഷ്മണന് വിശദമാക്കി കൊടുക്കുന്നു. ദേഹത്തേക്കാൾ ദേഹിയാണ് പ്രാധാന്യം എന്നാണ് ശ്രീരാമൻ നമ്മളോട് പറയുന്നത്. ഈ കവിതയിൽ ശ്രീരാമനെ ദൈവിക പരിവേഷത്തോടു കൂടിയും ലക്ഷ്മണനെ സാധാരണ മനുഷ്യനുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നിയന്ത്രിക്കേണ്ട വികാരങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമാണ് നാം മനുഷ്യൻ നേടിയ വിദ്യ കൊണ്ട് അർത്ഥമുണ്ടാകുന്നുള്ളൂ. ഇങ്ങനെ ശ്രീരാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തിയേറി വരികയാണ്. കാമക്രോധ മോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളുടെയും ആക്രമണങ്ങളുടെയും കഥകൾ നമ്മൾ ദിനംപ്രതി വാർത്തകളിലൂടെ അറിയുന്നു. അവിടെയാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയുടെ യഥാർത്ഥ തത്വം ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയുടെ പ്രശസ്തമായ രണ്ടിടങ്ങഴി എന്ന നോവലിൽ നിന്നും എടുക്കപ്പെട്ട ഒരു ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി. കുട്ടനാട്ടിലെ അക്കാലത്തെ കർഷകരുടെ ജീവിതാവസ്ഥയും ദാരിദ്ര്യവും ഈ നോവലിലൂടെ തകഴി പരാമർശിക്കുന്നു. പ്ലാവിലക്കഞ്ഞി എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കോരനും ചിന്തയും. വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങളാൽ അവർക്ക് സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വരുന്നു. അവർ സുഹൃത്തായ കുഞ്ഞപ്പയുടെ കുടിലിനോട് ചേർന്ന് താമസിക്കുകയാണ്. പുഷ്പവേലിയിൽ ഔസേപ്പ് എന്ന മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുകയാണ് കോരൻ. കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ആഹാരത്തിനുള്ള നെല്ലോ അത് വാങ്ങാനുള്ള പണമോ ലഭിക്കുന്നില്ല. കൊടി ദാരിദ്ര്യത്തിലുള്ള അവരുടെ ജീവിതാവസ്ഥയാണ് കഥാസന്ദർഭം. കോരന്റെ ഒരു ദിവസത്തെ കൂലി 3/4 രൂപയായിരുന്നു. കോരൻ ഔസേപ്പിനോട് കൂലിക്ക് പകരം നെല്ല് ചോദിക്കുന്നു. എന്നാൽ ഔസേപ്പ് അതിന് തയ്യാറാകുന്നില്ല. അക്കാലത്തെ കർഷകരുടെ ശരിയായ അവസ്ഥയാണ് ഇതിലൂടെ പരാമർശിക്കുന്നത്. കോരൻ കയ്യിലുള്ള പണത്തിന് അരി വാങ്ങാൻ ചെന്നാൽ 2 നാഴി കഷ്ടിച്ച് കിട്ടുകയുള്ളൂ. കോരൻ വീട്ടിലേക്ക് തിരിക്കുന്ന വഴി രാത്രിയുടെ മറവിൽ നടക്കുന്ന ചില വ്യാപാരങ്ങൾ കണ്ടു. മുതലാളിയും കൂട്ടുകാരും നെല്ല് കരിഞ്ചന്തയിൽ വ്യാപാരം ചെയ്യുകയായിരുന്നു. ശക്തമായി ഇതിനെ എതിർക്കാനുള്ള ഒരു പോരാളിയുടെ മനസ്സിൽ കോരനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ കോരന് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ കോരനെ ഒറ്റപ്പെടുത്തും. കോരൻ പിന്മാറുന്നു. പാതിരയ്ക്ക് ശേഷം അവരുടെ വീട്ടിൽ കഞ്ഞി വന്നു. കോരനും ചിരതയും പരസ്പരം പങ്കുവെച്ച് കഴിച്ചു. ദാരിദ്ര്യത്തിന്റെ സ്നേഹം കൊണ്ട് മൂടാൻ കോരനും ചിരതയ്ക്ക് സാധിക്കുന്നു. ഒരു ദിവസം കോരൻ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് താൻ തനിച്ചാക്കി പോകുന്ന തന്റെ അച്ഛനെയാണ്. അച്ഛന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. താൻ ചെയ്തത് ക്ഷമിക്കാനാവാത്ത തെറ്റാണെന്ന് കോരൻ തിരിച്ചറിയുന്നു. അച്ഛൻ അവസാനമായി തിളപ്പിച്ച വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അച്ഛൻ പണ്ട് ജോലി ചെയ്തിരുന്ന അറക്കൽ തറവാട്ടിൽ ഒരു ചീനച്ചട്ടിയിൽ നിറയെ ചോറ് കഴിച്ചിരുന്നു. ഇപ്പോൾ ഒരു പ്ലാവിലക്കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ തൃപ്തനാകുന്നു. അത് അച്ഛന് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് കഞ്ഞി കൊടുക്കണമെന്ന് കോരൻ ആഗ്രഹിക്കുന്നു. ദാരിദ്ര്യത്തിലും സ്നേഹത്തിന്റെ ഇളങ്കാറ്റ് വീശി ജീവിതം തണുപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. അച്ഛൻ, മകൻ, മരുമകൾ എന്നീ വേറിട്ട തരത്തിലുള്ള സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുന്നു. ദാരിദ്ര്യം അവരെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തുകയാണെങ്കിൽ സ്നേഹം അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. താങ്ക് യു. വായനാ ദിനം, വായനയ്ക്കായൊരു ദിനം, അതാണ് ജൂൺ 19. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ P.N. പണിക്കരുടെ ചരമദിനമായാണ് വായനാ ദിനമായി ആചരിക്കപ്പെടുന്നത്. വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിച്ച P.N. പണിക്കരെ സ്മരിക്കാനും അദ്ദേഹം തുടങ്ങിവെച്ച കർമ്മപരിപാടികളുടെ പ്രവർത്തന ശൃംഖല വ്യാപകമാക്കുവാനും വായന ഒരു ശീലമാക്കുവാനും ലക്ഷ്യമിട്ടാണ് പരിപാടി. പുതുതലമുറയ്ക്ക് വായനയിൽ കമ്പം കുറയുമ്പോഴും പലർക്കും വായന ഓർമ്മയുടെ ഒരു ഭാഗമാണ്. അറിവ് സമ്പാദിക്കുന്നതിന് ഒരു കാലത്ത് മുഖ്യ സ്രോതസ്സായിരുന്നു വായന. മലയാളി എഴുത്തും വായനയും പഠിപ്പിക്കാൻ ജീവിതം മാറ്റിവെച്ച P.N. പണിക്കരുടെ ചരമദിനമായാണ് വായനാ ദിനമായി ആചരിക്കപ്പെടുന്നത്. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമം പോലും കേരളത്തിൽ ഉണ്ടാകരുതെന്ന സന്ദേശമായിട്ടാണ് അദ്ദേഹം പ്രവർത്തനം നടത്തിയിരുന്നത്. വായന ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. അറിവ് പകരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയുവാനും വായന സഹായിക്കുന്നു. വായനാശീലം നമുക്ക് അറിവിന്റെ മഹാസാഗരം തന്നെയാണ് തുറന്നു കാട്ടുന്നത്. കഥയിലൂടെയും കവിതകളിലൂടെയും നേടുന്ന അറിവ് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം തന്നെ വർദ്ധിപ്പിക്കുന്നു.
കുട്ടികളുടെ വായനാശീലം ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായി പോകുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് രചിച്ച സന്ദർശനം എന്ന മനോഹരമായ ഒരു പാഠഭാഗത്തെ പറ്റിയാണ്. എന്നോ നഷ്ടപ്പെട്ട പ്രണയത്തെ ഓർമ്മകളിലൂടെ വീണ്ടെടുക്കുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സന്ദർശനം എന്ന തൻ്റെ കവിതയിലൂടെ. ഒരു കാലത്ത് ഒന്നായിത്തീരുന്നവർ അന്യോന്യം നഷ്ടപ്പെടുന്നതിൻ്റെ വേദന തീവ്രമായി തന്നെ കവി അവതരിപ്പിച്ചിരിക്കുന്നു. പോയ കാലത്തിൻ്റെ സുവർണ സ്മരണകൾ തേടിയുള്ള യാത്രയാണ് ഈ കവിത. മലയാള കവിതയിൽ ആധുനികത ജ്വലിച്ചു നിന്ന കാലഘട്ടത്തിൽ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും വിശാലത കാഴ്ചവെച്ച കവിതയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റേത്. ആധുനിക കാലത്തിൻ്റെ പ്രണയത്തെ സമഗ്രമായി ആവിഷ്കരിക്കുകയാണ് കവി. കാൽപ്പനികത തലത്തിൽ നിൽക്കുന്ന കവിതകളിൽ രോഷവും കുറ്റബോധവും നിറച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആത്മവേദനകൾ അനുഭൂതികളായി മാറുന്നത് സന്ദർശനം എന്ന പാഠഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആധുനികതയുടെ പുറമോടികൾ തട്ടിമാറ്റി സ്വന്തം വികാരങ്ങളോട് നീതി പുലർത്താനാണ് സന്ദർശനത്തിലെ കാമുകൻ ശ്രമിക്കുന്നത്. ഓർക്കാവുന്നതിനെയെല്ലാം വെറുക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സിനെ തരളിതമാക്കുന്ന എന്തൊക്കെയോ ഈ കവിതയിൽ കവി കാട്ടിത്തരുന്നു. നീരിൽ തുടുത്ത വിരലും കൃഷ്ണകാന്തങ്ങളും കുങ്കുമത്തിരി പുരണ്ട ചിദംബര സന്ധ്യകളും മറവിയിൽ നിന്ന് പുനർജനിക്കാലത്തെ മറക്കാൻ നഗരാന്തര സമീപങ്ങളെയാണ് കവി അഭയം പ്രാപിക്കുന്നത്. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികളും നഗരവീഥികളും നിത്യപ്രയാണങ്ങളും തൻ്റെ ഓർമ്മകളെ മായ്ക്കാനാകുന്നില്ല എന്നും കവി തിരിച്ച് അറിയുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിൽ തന്നെ മരണത്തിലേക്ക് എത്തിക്കുന്നത് പോലും മരവിപ്പിക്കുന്ന ലഹരികളും സത്ര ചുമരുകൾക്കുള്ളിൽ ഏകാന്തവാസവും ഒളിച്ചോടുന്നതിനുള്ള ഉപാധികൾ ആണ് ശ്രമിച്ച് ഭൂതകാലത്തിലെ ഓർമ്മകൾ നൽകുന്ന സന്തോഷം. തൻ്റെ പ്രണയിനിയുടെ കൂടെയുള്ള ആ സാന്നിധ്യം പുനർജനിയുടെ ഉന്മേഷം പകരുന്നു എന്നും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുക. നമസ്തേ. എന്നെ വളരെയധികം സ്വാധീനിച്ച എഴുത്തുകാരനാണ് ചേതൻ ഭഗത്. ചെറിയ കാലയളവിൽ ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ച എഴുത്തുകാരനാണ് ചേതൻ ഭഗത്. സാധാരണക്കാരന്റെ ജീവിതവും അവരുടെ പ്രശ്നങ്ങളുമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ വിഷയം. വളരെ ലളിതമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെത്. ആളുകളെ രസിപ്പിക്കുന്ന തരത്തിൽ കഥ പറയുകയാണ് ചേതൻ ചെയ്യുന്നത്. ഓരോ വായനക്കാരന്റെയും ജീവിതവുമായി ബന്ധപ്പെടുത്താവുന്ന കഥാപാത്രങ്ങളും സംഭവങ്ങളും ചേതന്റെ നോവലിൽ കാണാം. അദ്ദേഹത്തിന്റെ വൺ നൈറ്റ് അറ്റ് ദ കോൾ സെന്റർ എന്ന നോവൽ ഇന്ത്യയിലെ ഉയർന്നു വരുന്ന മധ്യവർഗം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വായനക്കാർക്ക് മുമ്പിൽ വരച്ചുകാട്ടുന്നു. ഡൽഹി കാൺപൂർ യാത്രയ്ക്കിടെ എഴുത്തുകാരൻ ഒരു സുന്ദരിയായ യുവതിയെ കണ്ടുമുട്ടുന്നു. അവർ ഒരു കഥ പറയാൻ താല്പര്യപ്പെടുന്നു. നോവലിന്റെ പേര് പോലെ തന്നെ കോൾ സെന്ററിലെ ജീവനക്കാരായ 6 പേരുടെ ജീവിതത്തിലെ ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നോവലിന്റെ ഇതിവൃത്തം. ഒരു സാധാരണ ഇന്ത്യക്കാരൻ നേരിടുന്ന വെല്ലുവിളികൾ ഓരോ കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുന്നു. ശ്യാം, പ്രിയങ്ക, ഇഷ, വരുൺ, രാധിക, മിലിറ്ററി അങ്കിൾ എന്നിവരിലൂടെ തൊഴിൽ മേഖലയിലും കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പച്ചയായ സത്യങ്ങൾ എന്നിവ വെളിവാക്കുന്നു. കൂട്ടത്തിലെ ശ്യാം എന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു രാത്രി ഇവർ 6 പേരും കൂടി ഒരു നിശാ പാർട്ടിക്ക് പോകുന്നു. അവർ തിരിച്ച് കോൾ സെന്ററിലേക്ക് വരുന്നതിനിടയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലത്ത് അകപ്പെടുന്നു. മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവരിലേക്ക് ശ്യാമിന്റെ ഫോണിൽ ഒരു അപ്രതീക്ഷിത വിളി വരുന്നു. അത് ദൈവത്തിന്റെ പേരിലുള്ളതായിരുന്നു. ആ വിളി അവർ തങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടാൻ പ്രേരണ നൽകുന്നു. വിളിയുടെ പ്രേരണ കൊണ്ട് ആ അപകടത്തിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. ആ പ്രേരണയാൽ തന്നെ തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിജയകരമായി നേരിടാൻ അവർക്ക് സാധിക്കുന്നു. ട്രെയിനിലെ ആ സുന്ദരിയായ പെൺകുട്ടി കഥാപാത്രങ്ങളായ ഇഷയോ പ്രിയങ്കയോ രാധികയോ ആയിരുന്നില്ല. എങ്കിൽ പിന്നെ ആര് എന്ന എഴുത്തുകാരന്റെ ചോദ്യത്തോടെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. വളരെ മനോഹരമായ കഥാവസാനമുള്ള നോവലുകളിൽ ഒന്നാണ് ചേതൻ ഭഗത്തിന്റെ വൺ നൈറ്റ് അറ്റ് ദ കോൾ സെന്റർ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ പേരിൽ എഴുത്തുകാരൻ തന്റെ നോവലിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നു. ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതു പ്രശ്നത്തെയും നേരിടാനും ജീവിതത്തിൽ മുന്നേറാനും സാധിക്കും എന്നും അദ്ദേഹം പറയുന്നു. നമ്മളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മളുടെ തന്നെ കയ്യിലാണ് ഉള്ളത്. അത് തിരിച്ചറിയുകയും പരിഹരിക്കുകയും ചെയ്യുമ്പോഴാണ് നാം വിജയിക്കുന്നത് എന്ന തിരിച്ചറിവ് വായനക്കാർക്ക് ഈ നോവൽ നൽകുന്നു. നന്ദി.
എസ്.കെ. പൊറ്റക്കാടിന്റെ പ്രശസ്തമായ ഒരു നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. ഈ കൃതിക്ക് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഈ കൃതി തന്നെ 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനും അർഹമായി. ശ്രീധരൻ എന്ന യുവാവ് താൻ ജനിച്ചു വളർന്ന അതിരണിപ്പാടം ഗ്രാമം സന്ദർശിക്കാനായി എത്തുന്നതും അവിടെ നടന്ന സംഭവങ്ങൾ ഓർക്കുന്നതുമാണ് പ്രമേയം. ഹൃദ്യമായ രചനാരീതിയും അവതരണ ഭംഗിയുമുള്ള ഈ നോവൽ എഴുത്തുകാരന്റെ ആത്മകഥാശംസകൾ ഉൾപ്പെടുന്നുവെന്ന് കരുതപ്പെടുന്നു. പൊറ്റക്കാട് തന്റെ ബാല്യം ചെലവഴിച്ച അതിരണിപ്പാടം എന്ന ഗ്രാമത്തെക്കുറിച്ചുള്ള കഥയാണിത്. 1972 പ്രസിദ്ധീകരിച്ച നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ശ്രീധരൻ എന്നാണ്. അതിരണിപ്പാടത്ത് വേരിനുകൊണ്ട് തുടങ്ങുന്ന കഥാവൃക്ഷത്തിന്റെ ശാഖകൾ ആ ദേശത്തിന്റെ അതിരുവിട്ട് ഉത്തരേന്ത്യയിലേക്കും പിന്നെ ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും നീണ്ടുപോകുമ്പോൾ വായനക്കാരൻ എത്തിച്ചേരുന്നത് ഇതൊരു ഭൂഖണ്ഡതര കഥ പറയുന്ന മലയാളം നോവലാണെന്ന വെളിപാടിലേക്കാണ്. കഥാനായകനായ ശ്രീധരന്റെ ജനനം മുതൽക്കുള്ള സംഭവ വികാസങ്ങൾ വർണ്ണിച്ചാണ് നോവൽ സമാരംഭിക്കുന്നത്. ശ്രീധരന് 20 വയസ്സ് തികയുമ്പോൾ വരെയുള്ള ബഹുലമായ സംഭവങ്ങളിലൂടെ സമാന്തര യാത്ര ചെയ്യുമ്പോൾ വായനക്കാരനും അതിരണിപ്പാടത്തിലെ ഒരാളായി പരിണമിക്കും. ശ്രീധരന്റെ ശൈശവം മുതൽ കൗമാര യൗവന ദശകളിലൂടെ മധ്യവയസ്സിലെത്തും വരെയും അയാളുമായി സമ്പർക്കം പുലർത്തുന്ന നൂറുകണക്കിന് മനുഷ്യർ നോവലിലെ കഥാപാത്രങ്ങളാണ്. ഇവരുടെയും ജീവിതത്തിന്റെ ഒരു നേർചിത്രം നോവലിസ്റ്റ് വിശാലമായ കഥ എന്ന നോവൽ വേറിട്ടൊരനുഭവം വായനക്കാരന് നൽകുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ കഥകളിൽപ്പെട്ട ഒന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ഓരോ പുസ്തകത്തിനും കഥയ്ക്കും പ്രത്യേകം യോജ്യമായ ഭാഷകളും ശൈലികളും ഉപയോഗിച്ചാണ് ബഷീർ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. ബഷീറിന്റെ ആഖ്യാന രീതിയുടെ ശൈലി മലയാളത്തിലെ മറ്റൊരു എഴുത്തുകാരനും നേടിയിട്ടില്ല. വായനക്കാരനെ ഏതിടവഴിയിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന കഴിവുകൾ ബഷീറിൽ ഒന്നിക്കുമെന്ന് MN വിജയന്റെ വാക്ക് അദ്ദേഹത്തിന്റെ കഴിവുകളെ എടുത്തു കാണിക്കുന്നു. സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ എടുത്തു കാണിക്കാനും നവമാധ്യമ സംസ്കാരത്തെ ഒന്നടങ്കം പരിഹസിക്കാനുമാണ് ബഷീർ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വലിയ മൂക്കിന്റെ യഥാർത്ഥ ചരിത്രമാണ് ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നത്. കുശിനിപ്പണിക്കാരനാണ് കഥയിലെ നായകൻ. നായകൻ എഴുതാനോ വായിക്കാനോ അറിയില്ല. കുശിനിപ്പണി ചെയ്യുക, ഉറങ്ങുക, വീണ്ടും കുശിനിപ്പണി ചെയ്യുക എന്നിവയാണ് നായകന്റെ ജോലികൾ. പക്ഷേ 24ാമത്തെ വയസ്സിൽ മഹാത്ഭുതവും സംഭവിക്കുകയാണ്. വേറൊന്നുമല്ല, ദിവസം കഴിയും തോറും നായകന്റെ മൂക്കിന് നീളം വയ്ക്കാൻ തുടങ്ങി. അവസാനം പൊക്കിൾ വരെ അത് നീണ്ടു. തുടർന്ന് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അങ്ങനെ നായകന് മൂക്കൻ എന്ന പേര് വീണു. മൂക്കന്റെ മൂക്ക് കാണാൻ വേണ്ടി രാപ്പകൽ മുഴുവനും ആളുകളുടെ ബഹളവും തുടങ്ങി. അങ്ങനെ 6 കൊല്ലം കൊണ്ട് കുശിനിപ്പണിക്കാരൻ ലക്ഷപ്രഭുവായി. വലിയ മന്ദിരം പണിത് 2 സുന്ദരികളായ സെക്രട്ടറികളുണ്ടായി. ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു അതിനൊക്കെ മൂക്കൻ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അഭിപ്രായം പറയാത്ത സംഭവം വളരെ നിസ്സാരമായി ജനങ്ങൾ കണ്ടു. അങ്ങനെ മൂക്കനെ കയ്യിലെടുക്കാൻ ഗവൺമെന്റ് ശ്രമം തുടങ്ങി. നാസിക പ്രമുഖൻ എന്ന ബഹുമതിയും മെഡലുകളും നൽകി. മാത്രമല്ല ഭരണപക്ഷ പാർട്ടിയെ അദ്ദേഹത്തെ തങ്ങളുടെ പാർട്ടിയിൽ ചേർത്ത് ഇത് തടയാൻ എതിർത്ത പാർട്ടികൾ മൂക്കന്റെ മൂക്ക് ഒറിജിനൽ അല്ല, റബ്ബർ മൂക്കാണെന്ന് പ്രസ്താവിച്ചു. തുടർന്ന് ഗവൺമെന്റിനെതിരെ എതിർ പാർട്ടികൾ വൻ ലഹളകൾ നടത്തി. അങ്ങനെ മൂക്കൻ അറസ്റ്റിലായി. അങ്ങനെ മൂക്കന്റെ പരസ്യവിചാരങ്ങൾക്കായി 48 രാജ്യങ്ങളുടെ പ്രതിനിധികളായി വിദഗ്ധ ഡോക്ടർമാർ മൂക്കന്റെ മൂക്ക് പരിശോധിക്കാൻ വന്നു. അതിൽ ഒരു ഡോക്ടർ മുട്ടുസൂചി കൊണ്ട് മൂക്കന്റെ മൂക്കിൽ തുമ്പത്ത് കുത്തി. അപ്പോഴിതാ ചുവന്ന രക്തത്തുള്ളികൾ, പരിശുദ്ധ ചോര. മൂക്ക് റബ്ബർ മൂക്കല്ല, ഒറിജിനൽ ആണെന്ന് ഡോക്ടർമാർ പ്രഖ്യാപിച്ചു. അങ്ങനെ ജനകീയ പാർട്ടി ആർത്തി വിളിച്ചു, സഖാവ് മൂക്കൻ സിന്ദാബാദ്. ഈ കൃതി സമൂഹത്തോടുള്ള ഒന്നാന്തരം പരിഹാസമാണ് നിറച്ചിരിക്കുന്നത്. എന്തെങ്കിലും കഴിവോ സിദ്ധിയോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് എങ്ങനെ പ്രമുഖനാവാമെന്ന് ബഷീർ കാണിച്ചു തരുന്നു. വിശ്വവിഖ്യാതമായ മൂക്ക്, നീതിന്യായം, പഴയ കൊച്ചു പ്രേമകഥ എന്നീ 3 കൃതികളുടെ സമാഹാരമാണ് ബഷീറിന്റെ ഈ വിശ്വവിഖ്യാതമായ പുസ്തകം. നമസ്കാരം, എൻ്റെ പേര് ജിഷ്ണ നിതീഷ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ 19ാം അധ്യായമാണ് ഞാനിവിടെ പറയുന്നത്. എന്നെ വിസ്മയിപ്പിച്ച മലയാള നോവൽ എന്നാണ് M. മുകുന്ദൻ ആടുജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. അടുക്കുകളും തൊങ്ങലുകളും ഏറെയൊന്നും വച്ചു കെട്ടാത്ത നജീബ് എന്ന പ്രവാസിയുടെ ജീവിതത്തിലെ നോവുകളും നിലവുകളും ആവിഷ്കരിച്ച ഒരു നോവൽ. പ്രവാസ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും പ്രവാസി മനസ്സിൻ്റെ സങ്കീർണതകളും ആവിഷ്കരിച്ച നോവലാണ് ആടുജീവിതം. മണൽവാരൽ തൊഴിലാളിയായിരുന്ന നജീബ്
തീരെ ചെറിയ മോഹങ്ങളുമായി റിയാദിലെത്തുന്നു. ഗർഭിണിയായ ഭാര്യയുടെ വക പണ്ടങ്ങളും 8 വളപ്പിൻ്റെ ആധാരവും പണയപ്പെടുത്തി റിയാദിലെത്തിയ നജീബ് ചെന്നുപെടുന്നത് അതിക്രൂരനായൊരു അർബാബിൻ്റെ കയ്യിലാണ്. നഗരത്തിൽ നിന്ന് 100 കണക്കിന് നാഴിക അകലെയുള്ള ഒരു മസ്രയിലാണ് നജീബിൻ്റെ പിന്നീടുള്ള ജീവിതം. കടലുപോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, തലയ്ക്കുമീതെ ചുട്ടുപഴുത്ത ആകാശം, കൂട്ടിന് പറ്റവും ഒട്ടകവും മാത്രം. കഠിനഹൃദയനായ അർബാബ് ഏൽപ്പിക്കുന്ന പീഡനങ്ങൾ നജീബിൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഒരു മനുഷ്യനെ കാണാനും വല്ലതുമൊന്നും മിണ്ടാനുമുള്ള നജീബിടച്ചിൽ നാം തിരിച്ചറിയുന്നു. നജീബ് ട്രക്ക് ഡ്രൈവർ ഒന്ന് തൊട്ടു നോക്കുന്നു. കച്ചി കെട്ടെടുക്കാനെന്ന മട്ടിൽ കാലിൽ പിടിക്കുക പോലും ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം ഇത്തരം കൊച്ചു സംഭവങ്ങളിലൂടെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നു. മനുഷ്യരോട് ഇടപെടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ നജീബ് കത്തെഴുതാൻ തുടങ്ങുന്നു. ഒരിക്കലും മേൽവിലാസക്കാരിക്ക് കിട്ടാനിടയില്ലാത്ത കത്താണത്. എന്നിട്ടും താനിവിടെ സൗഭാഗ്യങ്ങളുടെ നടുവിലാണെന്ന് എഴുതുമ്പോൾ ഒരു സ്വപ്നലോകം നിർമ്മിച്ച് സ്വയം ആശ്വസിക്കാനാണ് നജീബ് ശ്രമിക്കുന്നത്. വിരുദ്ധോക്തികൾ നിറഞ്ഞ ആ കത്ത് ആഗ്രഹവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം കൊണ്ടാണ് ഹൃദയസ്പർശിയാകുന്നത്. അർബാബ് തരുന്ന സമ്മാനം, വിശാലമായ സ്ഥലം, മുറി, അതിവിശിഷ്ടങ്ങളായ ഭക്ഷണങ്ങൾ, ഇവിടെയൊക്കെ യാഥാർത്ഥ്യമെന്തെന്നറിയുമ്പോഴാണ് ആ കത്ത് പൊട്ടിത്തകരുന്ന കരച്ചിലാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. അനുഭവങ്ങളുടെ സത്യസന്ധതയാണ് ഈ കൃതിയെ മികവുറ്റതാക്കുന്നത്. പ്രവാസിയുടെ തീക്ഷ്ണാനുഭവങ്ങൾ എന്ന പ്രാധാന്യം മാത്രമല്ല ആടുജീവിതത്തിലുള്ളത്, അത് ജീവിതത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു പുതിയ പാഠം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നന്ദി. നമസ്തേ, എൻ്റെ പേര് ഐശ്വര്യലക്ഷ്മി. ശ്രീ MT വാസുദേവൻ നായർ എഴുതിയ രണ്ടാമൂഴം എന്ന കൃതിയെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ ഒരാളാണ് ഭീമസേനൻ. പക്ഷേ ഏത് സന്ദർഭത്തിലും യുധിഷ്ഠിരൻ്റെയോ അർജുനൻ്റെയോ പിന്നിൽ 2ാം സ്ഥാനക്കാരനായി നിൽക്കാനേ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. മഹാഭാരതമെന്ന ഇതിഹാസ കാവ്യത്തെ ലളിതമായി ഭീമസേനൻ്റെ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കാണാൻ സാധിക്കുന്ന ഒരു നോവലാണിത്. മഹാഭാരതത്തിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ പ്രാധാന്യം ഉണ്ടെങ്കിലും ഭീമസേനൻ്റെ മനസ്സിന് ഇങ്ങനെ ഒരു വശം ഉള്ളതായി കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും അവരുടെ ഓരോ വാക്കുകളും മാനിച്ചിട്ടും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോകുന്നത് എന്താണ് എന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന് എന്ന പോലെ ഓരോ വായനക്കാരിലും വളർത്തിയെടുക്കാൻ ഈ കൃതിക്ക് സാധിക്കുന്നു. ഓരോ മനുഷ്യനും അവൻ്റേതായ മനോവ്യഥകൾ ഉണ്ടെന്നും അവൻ്റെ വികാരങ്ങളെയും തൻ്റേതെന്ന പോലെ മാനിക്കാൻ നമുക്ക് കഴിയണം എന്നും ഒരു ചിന്ത നമ്മളിൽ ഈ കൃതിയിലെ അവസാന വരി വായിക്കുന്നതിനുള്ളിൽ ഉടലെടുക്കും എന്ന് തീർച്ചയാണ്. ഇതിലേറെ മാന്ത്രികമായ അനുഭവങ്ങൾ നമുക്ക് നൽകാൻ ഈ കൃതിക്ക് സാധിക്കും. അതുകൊണ്ടാണ് 1985 വയലാർ അവാർഡ് ഈ നോവലിന് ലഭിച്ചത്. ഈ വായനാ ദിനത്തിൽ എല്ലാവരും ഈ കൃതി വായിക്കുവാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. നന്ദി. പ്രകൃതിയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഈ വേളയിൽ എൻ്റെ വിനീതമായ നമസ്കാരം. പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് മഹാന്മാരായ ധാരാളം കവികളും കഥാകൃത്തും നിരവധി രചനകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മനോഹരമായ ഒരു കവിതയെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട്. ശ്രീ NB ശ്രീകണ്ഠൻ പൊതുവാൾ എഴുതിയ എൻ്റെ തോട്ടം എന്ന കവിത ഏറെ ഹൃദ്യവും ആസ്വാദകരവുമാണ്. തൻ്റെ പച്ചക്കറിത്തോട്ടത്തെക്കുറിച്ചുള്ള ഒരു കർഷകൻ്റെ വർണ്ണനയാണ് ഈ കവിത. കൃഷിത്തോട്ടത്തിലെ വിളകളെയും കർഷകൻ്റെ കഠിനാധ്വാനത്തെയും കർഷകൻ തൻ്റെ വിളകളും അല്ലെങ്കിൽ കർഷകനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തെയും വളരെ മനോഹരമായി കവി വർണ്ണിച്ചിരിക്കുന്നു. തീയോളം ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിത്ത് വിതയ്ക്കുമ്പോൾ അത് കാണാൻ ആകാശത്തിൽ കാർമേഘം എത്തുമെന്ന് കവി വിശ്വസിക്കുന്നു. തൻ്റെ തോട്ടത്തിനു ചുറ്റുമുള്ള വാഴകളോട് സമ്മതമില്ലാതെ
വേനൽ ചൂടിന് മാത്രമല്ല വായിന് പോലും ഉള്ളിൽ കിടക്കാൻ കഴിയില്ല. കർഷകരും വിളകളും തമ്മിലുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നു. സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ 10 കൊട്ട വളം നൽകിയ 10 ഇരട്ടി ഫലം നൽകുന്ന വിളകൾ നിറഞ്ഞതാണ് ഈ തോട്ടമെന്ന് കവി പറയുന്നു. സസ്യങ്ങൾക്ക് മനുഷ്യരെ പോലെ ഭാവവും വികാരങ്ങളുമുണ്ട്. കർഷകന്റെ വെള്ളമൊഴിക്കാൻ വൈകിയ വെള്ളരി വള്ളികൾ തല താഴ്ത്തി സങ്കടം പ്രകടിപ്പിക്കുമെന്ന് കവി പറയുന്നു. ഇതിന് ഉദാഹരണമാണ്: നിറഞ്ഞ മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ്റെ കുടുംബിനി ചെറുവൈകിച്ചാൽ പൊൻകുടയിട്ട വെള്ളരി വള്ളികൾ സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും. ഈ വരികൾ വെള്ളരി വള്ളിയെ പിണങ്ങി നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയോട് കവി ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരികളാണ് എനിക്ക് ഇഷ്ടമായതും. തീ പിടിച്ചു പൊള്ളുന്ന വെയിൽ എന്ന പ്രയോഗത്തിലൂടെ വെയിലിൻ്റെ ചൂട് എത്ര കഠിനമാണെന്നും കവി സൂചിപ്പിക്കുന്നു. 10 കൊട്ട വള്ളത്തിൻ്റെ 10 ഇരട്ടി ഫലങ്ങളുമായി ഇത്തരം വള്ളികളിൽ ആവർത്തിച്ചു വരുന്ന പദങ്ങളും അക്ഷരങ്ങളും കവിതയുടെ ശബ്ദഭംഗി വർദ്ധിപ്പിക്കുന്നു. വർണ്ണാഭിരിതമായ വരികൾ കൊണ്ട് സമ്പന്നമായ ഈ കവിത കൃഷിയുടെയും കാർഷിക സംസ്കാരത്തിൻ്റെ മനോഹാരിതയും വായനക്കാർക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നതിൽ കവി നിസ്സംശയം വിജയിച്ചിരിക്കുന്നു. മനുഷ്യൻ പ്രകൃതി ചൂഷണം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ കവിതയ്ക്ക് ഇന്നേറെ പ്രസക്തിയുണ്ട്. നന്ദി, നമസ്കാരം. പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ ബെന്യാമിൻ എഴുതിയ മലയാളം നോവലാണ് ആടുജീവിതം. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്ക് പോയി വഞ്ചിക്കപ്പെട്ട് പുറം ലോകത്ത് നടക്കുന്നത് എന്താണെന്നറിയാനാവാതെ മരുഭൂമിയിൽ ചുട്ടുപഴുക്കുമ്പോഴും നിർവികാരമായ മനസ്സോടെ മരുഭൂമിയിലെ ഒരു ആടുവളർത്തു കേന്ദ്രത്തിൽ വർഷങ്ങളോളം ജീവിതം തള്ളി നീക്കേണ്ടി വന്ന നജീബിൻ്റെ കഥയാണിത്. ഗൾഫ് പ്രവാസി മലയാളികൾ വായിച്ചിരിക്കേണ്ട നോവലാണിത്. ഈ നോവലിന് 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാളം നോവലിനുള്ള പുരസ്കാരം ലഭിച്ചു. 2015 പത്മപ്രഭ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത കവി ശ്രീ വയലാർ രാമവർമ്മയുടെ വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ് അശ്വമേധം. മനുഷ്യൻ്റെ സർഗശക്തിയിൽ ഉറച്ചു വിശ്വസിച്ച കവിയാണ് വയലാർ രാമവർമ്മ. മനുഷ്യവംശം വിജയം നേടിയത് അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന സർഗശേഷിയാലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. മണ്ണിൽ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന സാധാരണ മനുഷ്യരോടൊപ്പം നിലനിൽക്കുന്നതും അവരുടെ ശബ്ദമായി മാറുന്നതുമാണ് സാഹിത്യമെന്ന് വിശ്വസിച്ച കവിയാണ് വയലാർ. അതുതന്നെയാണ് അശ്വമേധം എന്ന കവിതയിലും അദ്ദേഹം പരാമർശിക്കുന്നത്. എല്ലാ ദിക്കുകളെയും ജയിക്കുന്നതിനായി സർഗശക്തിയാകുന്ന കുതിരയെ ഞാൻ വിട്ടയക്കുകയാണ് എന്ന് കവി പറയുന്നു. വിശ്വസംസ്കാര വേദിയിൽ പുതിയ അശ്വമേധം നടത്താനാണ് കവി സർഗശക്തിയാകുന്ന അശ്വയാഗത്തെ വിട്ടയച്ചിരിക്കുന്നത്. ശിരസ്സുയർത്തി പാഞ്ഞു പോകുന്ന എൻ്റെ ചിമ്പൻ കുതിരയെ നിങ്ങൾ കണ്ടോ എന്ന് കവി ചോദിക്കുന്നു. അതിൻ്റെ കണ്ണുകളിൽ എന്തുന്മേഷമാണ്, കാലുകളിൽ എന്തുത്സാഹമാണ്. കോടിക്കണക്കിന് തലമുറകളിലൂടെ ആർജിച്ചതാണ് അതിൻ്റെ ശക്തി. പ്രകൃതിയോട് പടപൊരുതി ജയിച്ചു നേടിയതാണ് അതിൻ്റെ സിദ്ധികൾ. മന്ത്രതന്ത്രങ്ങളല്ല അതിൻ്റെ സംസ്കാര മണ്ഡലം. കോടാനുകോടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാടിനുള്ളിൽ വച്ച് മുതുമുത്തച്ഛന്മാർ ഈ കുതിരയെ കണ്ടതാണ്. കാട്ടുചോലയുടെ പാട്ടുകൾ ഏറ്റുപാടി പഠിപ്പിച്ച മുത്തശ്ശിമാർ അതിനെ കാട്ടുപുൽത്തണ്ട് നൽകി വളർത്തി എന്ന് കവി പറയുന്നു. സർഗശക്തിയെ ഊട്ടി വളർത്തിയത് പൂർവികർ ആണെന്നാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. അതുപോലെ ഗുഹാചിത്രങ്ങളും പാട്ടും നൃത്തവും വാദ്യോപകരണങ്ങളുമെല്ലാം സർഗശക്തിയുടെ ആദ്യകാല അടയാളങ്ങളാണ്. പിന്നീട് ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിര കുതിച്ചു പാഞ്ഞു. അനേകം ശവകുടീരങ്ങളുടെയും പ്രതാപം കൊണ്ട് അഹങ്കരിച്ചിരുന്ന കോട്ടകൊത്തളങ്ങളും പിന്നീട് അത് യാത്ര ചെയ്തു. അതിൻ്റെ യാത്രയിൽ ഭരണകൂടങ്ങൾ തകർന്നു വീണു. ലോകത്തുണ്ടായ യുദ്ധങ്ങളും അതിൻ്റെ പേരിലുണ്ടായ ദുരന്തങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് കവി. പണ്ട് ഈ കുതിരയെ ദൈവം സവാരിക്കായി കൊണ്ടുപോയി, ദേവസ്തുതിക്കായി കൊണ്ടുപോയി. ദേവസ്തുതിപരങ്ങളായ ആദ്യകാല സാഹിത്യരചനകളെക്കുറിച്ചാണ് കവിയുടെ പറയുന്നത്. ത്തുള്ള രോമങ്ങൾ തുള്ളിച്ചുകൊണ്ട് സഞ്ചരിച്ച കുതിരയെ പണ്ട് ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി. പണ്ട് മനുഷ്യൻ രചനകൾ തുടങ്ങിയത് ദൈവത്തിൻ്റെ പ്രവർത്തികളെ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ രാജസേവകരായി സാഹിത്യം വേദങ്ങൾ അറിയുന്ന ഋഷിമാർ ഈ മനുഷ്യൻ സർഗശക്തിയെ തളയ്ക്കാൻ വന്നവരോടെല്ലാം അംഗം വെട്ടിക്കൊണ്ട് പൂർവികർ ആ സർഗശക്തിയെ വീണ്ടെടുത്ത് മണ്ണിനെ പൊന്നണിയിച്ചവരാക്കി. ഇങ്ങനെ മണ്ണിൻ്റെ മക്കളിൽ നിന്ന് നേടിയതാണ് സർഗശക്തി. ഒരിക്കലും മായുകയില്ല എന്ന് കവി പറയുന്നു. ഈശ്വരനല്ല, മാന്ത്രികനല്ല, മറിച്ച് പച്ച മണ്ണിൽ ജീവിക്കുന്ന പച്ച മനുഷ്യനാണെന്ന് കവി പറയുന്നു. മണ്ണിൻ്റെ മക്കളിൽ നിന്നാണ് കുതിരയെ വാങ്ങിയത്. അതുകൊണ്ട് ആ ചൈതന്യത്തിൻ്റെ ശക്തി ഒരിക്കലും മായുകയില്ല എന്ന് കവി പറയുന്നു. എഴുത്ത് എന്ന ശക്തിയെ ആർക്കും പിടിച്ചു കെട്ടാനോ പൂട്ടിയിടാനോ കഴിയില്ല. എഴുത്ത് എന്നത് മഹാസമുദ്രമാണ്, പായുന്ന കുതിരയെപ്പോലെയാണ്. സമൂഹത്തിൽ കാവ്യങ്ങളുടെ ആവശ്യകതയും മനുഷ്യൻ്റെ ഉള്ളിലെ സർഗശക്തിയുമാണ് കവി വിവരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കവിതയാണ് വയലാറിൻ്റെ അശ്വമേധം. A warm pleasant good morning. Myself Rana here to say about a book review on the book Lord of Flies.
The Lord of Flies was written by William Golding in 1954. Sir William Carroll Golding was born on 19 September 1911. He is a British novelist best known for his debut novel Lord of the Flies. He was awarded the Nobel Prize in Literature in 1983. He died in 19th June 1993. Lord of Flies has been generally well received. It was named in the Modern Library 100 Best Novels, reaching under 41 on the editor's list and 25 on the reader's list. The book focuses on the group of British school students stranded on an uninhabited island and their distractions attempt to govern themselves. Themes include the tension between the groupthink and individuality become rational and emotional reactions, and between morality and immorality. A group of English schoolboys are plane-wrecked on a deserted island. At first, the stranded boys cooperate, attempting to gather food, maintain shelter, and maintain signal fires. Overseeing their efforts are Ralph, with a boy with fair hair, and Piggy, Ralph's chubby, wisdom-dispersing sidekick whose thick spectacles come in handy for lighting fires. Although Ralph tries to impose order and delegate responsibility, there are many hunters who manages to lure away many of the boys to join his band of the painted savages. The situation deteriorates as the trapping of civilization continued to fall away. Ralph discovers that instead of being hunters, Piggy have become the hunted. So this is a short summary of the book Lord of Flies. It is a survival story of the schoolboys in an island. I recommend you to read this book, and it is available on all stores and online websites. So thank you and have a nice day.